ഹലോ നമസ്കാരം. ഇത് നമ്മളൊരു മറ്റൊരു വിശേഷവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശേഷത്തിനൊന്നും ഞാൻ വന്നല്ല, ജസ്റ്റ് ഞാൻ ഈ കടയിലോട്ടൊക്കെ വന്നതാണ്. ഒരു സ്പോർട്സിന്റെ ഒരു ഷോറൂമും സെയിൽസും എല്ലാം ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്നപ്പോ എനിക്കറിയാൻ വയ്യാത്ത പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വോളിബോൾ കളിക്കും, ബാഡ്മിന്റൺ, ഇതൊക്കെയായിരുന്നു നമുക്ക് പ്രധാനമായിട്ടില്ല. അന്നൊക്കെ എന്തെങ്കിലും ഒരു ബാഡ്മിന്റൺ ഉണ്ടെങ്കിൽ നമ്മൾ ഷട്ടിൽ കോക്ക് ഒന്നും ഇല്ലാതെ കളിക്കാനൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടത്തിട്ട് അടിച്ചൊക്കെ ആയിരുന്നു കളിക്കുന്നത്. പക്ഷെ കാലം മാറി ഇപ്പൊ പിള്ളേരുടെ പോക്കറ്റിലൊക്കെ ഷട്ടിൽ കോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. തന്നെയല്ല അന്ന് നമ്മൾ ഇതിന്റെ ഈ ഒരു ഉൾക്കൊണ്ടുള്ള വല പോലെ നെയ്തെടുക്കുന്നത്, അതിന് വേറെ പേരൊക്കെ ഉണ്ട്, എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ കൈകൊണ്ടൊക്കെയായിരുന്നു കെട്ടിക്കൊണ്ടിരിക്കുക, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഇന്ന് കണ്ടപ്പോ ഇവിടെ മെഷീനിൽ ഈ സാധനം ചെയ്യുന്നത് ഞാനൊന്ന് കണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട്. അത് പറഞ്ഞപ്പോ തന്നെ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ സുന്ദരനല്ലേ? നമ്മൾ സുന്ദരനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പറയും? എന്റെ മാഷ് അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ആ ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്യാം. അതെന്താ കണ്ടിട്ട് ഇത് കുത്തിപ്പിടിച്ച് എടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെയാ? അത് മെഷീനില്ല, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്ന് കാണിച്ചു തരാം. ആ മെഷീൻ ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാമോ? എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് കണ്ടില്ലെന്ന് മാത്രം പറയരുത്. അപ്പൊ എങ്ങനെയാ? ഇത് കൈകൊണ്ട് തന്നെ എടുക്കണം. ഇനി ഇത് കൈകൊണ്ട് ഇത് ഇടുന്നുണ്ട്, പക്ഷെ ആ മെഷീനുമായിട്ട് ബന്ധമുണ്ട്. എനിക്കതാണ് കാണേണ്ടത്. ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് കണ്ടൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണമെന്നാ പറയുന്നത്. ഇത് കണ്ടില്ല, ഈ റാക്കറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫിറ്റ് ചെയ്തിട്ട് ആ മെഷീനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിനെന്താ പറഞ്ഞ പേര് മറന്നുപോയി. ഈ വയറിന് പറയുന്ന പേരെന്തോ? ഗട്ട് ഇല്ലേ? ഗട്ട്സ് ആണല്ലേ? അപ്പൊ ഇത് ഗട്ട്സ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് ചെയ്യുന്ന ഒരു ഗട്ട്സ് കെട്ട്. അപ്പൊ ഇത് കെട്ടുക എന്നുള്ളതാണ്, ഗട്ട്സ് കെട്ടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. ഇത് എങ്ങനെയാണ്? നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ എന്താ പറയുക, അടിക്കുമ്പോ നല്ല ഇതായിട്ട് പോകത്തില്ലേ? അപ്പൊ അത് ആ മെഷീൻ ഒന്ന് ഓൺ ചെയ്തേ. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തണ്ട. അവിടോട്ട് ക്യാമറ ഫോക്കസ് ചെയ്തേട്ടാ. സ്വിച്ച് ഇവിടെ ബാക്ക് സൈഡിലാണ് ഉണ്ട്. ഓക്കെ. ഈ മെഷീന്റെ പേരെന്തുവാ? മെഷീന്റെ പേര്, കമ്പനി പേര് ഇല്ല, നമുക്ക് ഗട്ട്സ് ടൈറ്റിംഗ് മെഷീൻ പോരെ. ഇന്ന് മുതൽ ഇതിന്റെ പേര് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചില്ല. എവിടെ ഓർഡർ ചെയ്യുമ്പോ അങ്ങനെ കൊടുത്താൽ മതി. ശരി, പോട്ടെ, അങ്ങോട്ട് മുന്നോട്ട്. അപ്പൊ ഇത് ഓൺ ചെയ്തു. അത് കഴിഞ്ഞാല് ഇതൊക്കെ നേരത്തെ ഫിറ്റ് ചെയ്ത് വെക്കണോ? ഇങ്ങനെ ഇത് ആദ്യം ഫ്രെയിം സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെക്കണം. ശേഷം ടെൻഷൻ സെറ്റ് ചെയ്യണം. ഈ ടെൻഷൻ സെറ്റ് ചെയ്യും. ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പോട്ടെ, അടുത്തത് അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ബാറ്റിനും ഓരോ ടെൻഷൻ ഉണ്ട്. ഉണ്ട്. മനുഷ്യന്റെ കൂട്ട് തന്നെ പല ആളുകൾക്കും പല രീതിയിലുള്ള ടെൻഷനാ. ഇവിടെ ബാറ്റിനും അങ്ങനെ തന്നെയാ. ഓക്കെ, നെക്സ്റ്റ്. എന്നിട്ട് ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ വരികയാണ്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇത് നമ്മൾ ഓരോന്നും ഇതിന്റെ കിഴത്തൊക്കെ അതിന് ഇട്ടിട്ട് കൊടുക്കണോ? ഇത് ഓരോ ലൈൻ വെച്ച് നമ്മൾ വലിച്ച്. അപ്പൊ പുള്ളിക്കാരന് അതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വലിച്ച് ടൈറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അത് എത്ര വേണമെന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. നമ്മൾ പറയുന്നതനുസരിച്ച് ആ ടൈറ്റിൽ എല്ലാം ഒരേ സ്ട്രെങ്തിൽ ഇത് കിട്ടും. ഇപ്പൊ എനിക്ക് കത്തി സാധനം. കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി എനിക്ക് സാറേ എന്നെ ഒന്ന് കാണിച്ചായിരുന്നു. നിങ്ങളുടെ ഇത്രയും നേരം നിങ്ങളുടെ ഈ ബാറ്റ് കാണിക്കുമല്ലായിരുന്നു. ഇത് നമ്മൾ കഴിക്കുമ്പോ ഇതിന്റെ ഈ വയറ് വലിച്ചു കിട്ടുമ്പോ, ഈ ഗട്ട്സ് വലിച്ചു കിട്ടുമ്പോ ഇതിന്റെ ടെൻഷന് അല്ലെ അതിന്റെ ടൈറ്റനിങ് ഒരേ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോഴേ അടിക്കുന്നുള്ളത് കൃത്യമായിട്ട് വരത്തുള്ളൂ. അത് ഒരു ഡിഫറൻസ്, ആ ഒരു ഗട്ട്സിന് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്തനിങ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല. എന്റെ പള്ളക്ക് ഇത് കയറിയാണ് ഇപ്പം കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാം ഒരു പുതിയ സംഭവമാണ്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് നിങ്ങൾ പലരും കണ്ടിട്ടായിരിക്കും ഇപ്പൊ വരുന്ന കമന്റിനായിരിക്കും ഇതാണ് ഇയാൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നെന്ന്. എന്റെ പൊന്നെ, എനിക്കിത് കാര്യമായിട്ട് ഞാൻ ഇത് കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇതൊക്കെ കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇത് കൈകൊണ്ട് തന്നെ വരിഞ്ഞെടുത്ത് മുറുക്കി ചെയ്യുകയായിരുന്നു. എന്തായാലും ഒരു പുതിയ ഒരു അറിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ വിടുന്നിട്ടും താങ്കളുടെ ഈ ഒരു കഠിന പ്രയത്നം കാണുന്നതിന് അവസരം ഉണ്ടല്ലോ, വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം എന്ന ശുഭാപ്തിയോടെ സുരേഷ് കോന്നി. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.